സുരേഷ് കുമാർ ഇൻഡക്ഷൻ കുക്കർ അതിലൊരു കാരണം എന്ന് സമ്മതിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പകൽ സമയത്ത് ഇപ്പോഴും നമുക്ക് എന്താണ് അധിക കറണ്ടുണ്ട്, സറണ്ടർ ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ. ശ്രീ ഹരിദാസ് പറഞ്ഞ ഈ സോളാർ ജനറേഷൻ അടക്കം 2300 മെഗാവാട്ടോളം നമ്മൾ സറണ്ടർ ചെയ്യുന്നുണ്ട്. ഈ ബസ് എന്ന് അങ്ങനല്ലേ പറയുക, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഒരുപാട് ഗ്രാൻറ്റുകൾ, പലിശരഹിത ലോണുകൾ, ഈ പറയുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വായ്പ തുടങ്ങി വെച്ചത് എൻ്റെ അറിവ് ഇഴഞ്ഞു പോവുകയാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ഈ പറയുന്ന ഷോർട്ട് കാല കരാറുണ്ടെങ്കിൽ ഒരു പരിധി ഒരു പരിഹാരം ഉണ്ടാവുമായിരുന്നില്ലേ? അന്ന് അപക്വമായ കരാർ റദ്ദാക്കിയില്ലെങ്കിൽ ഒരു പരിധി ഒരു പരിഹാരമാവുമായിരുന്നില്ലേ? ഇതൊക്കെ സമ്മതിക്കുന്നതിന് പകരം ഈ പറയുന്ന പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മറുപടിയാണോ? ഹാഷ്മി, ഈ പറഞ്ഞ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം പറയാനുള്ള സമയം അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, രാജു പി നായർ പറഞ്ഞു 465 മെഗാവാട്ടിൻ്റെ കരാർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പ്രശ്നം എന്താ വെച്ചാൽ അത് വസ്തുതാ വിരുദ്ധമാണ്. എങ്ങനെ? 465 മെഗാവാട്ട് കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് വെക്ക്. അപ്പോഴും KSEBയെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലത്ത് എങ്ങനെ വന്നാലും വേണ്ടി വരുമായിരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 5700 മെഗാവാട്ടാണ്. അത് 5900 6000 ആയാലും ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ 465 കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ട, അഡീഷണലായി ക്രമീകരിക്കേണ്ട വൈദ്യുതിയുടെ അളവ് കുറച്ച് 5900 6000 മെഗാവാട്ട് വൈദ്യുതിക്കുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. കാരണം അതിനപ്പുറത്തേക്ക് ഏർപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മാക്സിമം എത്ര വരാൻ പറ്റുമോ ആ വരാൻ വരുന്നതല്ലേ ഞങ്ങൾ ക്രമീകരിക്കേണ്ടതുള്ളൂ. അതായത് കഴിഞ്ഞ ജനുവരി മാസം അവസാനം വരെ, ഫെബ്രുവരി മാസം അവസാനം വരെ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കാവുന്നതിന്റെ എല്ലാ അർത്ഥത്തിലും, അതായത് AC, മറ്റ് ലോഡുകൾ, എല്ലാ ലോഡും പരിഗണിച്ചാലും ഉണ്ടാകാവുന്ന പരമാവധി ലോഡ് എന്ന് പറയുന്നത് 5900 മെഗാവാട്ടിന് അപ്പുറത്ത് പോവില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ 6000 മെഗാവാട്ട് വരെയുള്ള ക്രമീകരണം നമ്മൾ ഏർപ്പെടുത്തി. 465 കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങുന്നത് അത്ര കുറയ്ക്കുമായിരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ക്രമീകരണം നോർമലി എടുക്കില്ല. ഇപ്പം നമുക്ക് ഈ 500 മെഗാവാട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അഡീഷണൽ ആയി വന്നപ്പോൾ 6200 ആയി. ആ 500 മെഗാവാട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 5700 നിൽക്കുമായിരുന്നു. അപ്പൊ ഈ 500 മെഗാവാട്ടിന്റെ അഡീഷണൽ ഡിമാൻഡ് വന്നത് കൊണ്ടാണ് ഇപ്പൊ പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് 465 ഉണ്ടായാലും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രതിസന്ധി എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കരാർ റദ്ദാക്കിയതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പൊ പ്രതിസന്ധി ഉണ്ടായത് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയായ കണക്കല്ല. പിന്നെ ഇവിടെ നേരത്തെ ജയരാജ് പറഞ്ഞു കർണാടകയിൽ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. കേരളത്തില് റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൂഫ് ടോപ്പ് സോളാർ വെച്ച് കണക്ക് അടക്കം പരിശോധിച്ചാൽ 1200 മെഗാവാട്ടിന്റെ റൂഫ് ടോപ്പ് സോളാർ മാത്രമേ കർണാടകത്തിൽ വെച്ചിട്ടുള്ളൂ. നമ്മുടെ പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് കേവലം 4500 5000 മെഗാവാട്ടേ ഉള്ളൂ. കർണാടകത്തിലെ പകൽ സമയത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 8000 മെഗാവാട്ടാണ്. അതായത് നമ്മുടെ ഇരട്ടിയിലധികം ഡിമാൻഡ് ഉള്ള കർണാടകത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടതിന്റെ പകുതി സോളാർ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നത് കൂടി നമ്മൾ കാണണം. എന്നിട്ട് അവിടെയാണ് പ്രോത്സാഹനം, തമിഴ്നാട്ടിലാണ് പ്രോത്സാഹനം, മറ്റ് സംസ്ഥാനങ്ങളിലാണ് പ്രോത്സാഹനം എന്ന രൂപത്തിൽ, അതായത് കേരളത്തിൽ കൊടുക്കുന്ന പ്രോത്സാഹനത്തെ കാണാതെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പറയുക എന്ന സമീപനമുണ്ട്. പിന്നെ ബസ് എന്താ പ്രശ്നം? കേന്ദ്ര സർക്കാർ ബസ് പദ്ധതിയിൽ ചില സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ആ സബ്സിഡി കിട്ടുന്ന രൂപത്തിലല്ലാതെ നമുക്ക് സ്വന്തം നിലയിൽ ചെലവാക്കിക്കൊണ്ട് ചെയ്യാൻ തീരുമാനിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് സെക്കിയുടെ അംഗീകാരം വാങ്ങി നമ്മൾ ടെൻഡർ ചെയ്തു. 15 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ ഈ വേനൽക്കാലത്തിന് മുമ്പ് അത് പൂർത്തിയാക്കി തരണം എന്ന നിലയ്ക്ക് കരാറുകാരനോട് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അവർക്ക് പവർ ട്രാൻസ്ഫോമറിന്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് അത് മുൻകൂട്ടി പൂർത്തിയാക്കി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അല്ലാതെ അവിടെ യാതൊരു വിധത്തിലും ഇഴഞ്ഞു നീങ്ങുന്നില്ല. അവർക്ക് കരാർ വെച്ചിട്ടുള്ള കാലത്ത് തന്നെ അവർ പദ്ധതി പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിനകത്ത് ടെൻഡർ വിളിച്ച് കരാർ നടപടിയിലേക്ക് പോയാൽ ആ കരാർ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പേ വെച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് ശരിയല്ല. പിന്നെ കേരളത്തിലെ ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്തു? കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യം ഉണ്ടല്ലോ. കേരളത്തിനുള്ളിൽ വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങി തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നത് വസ്തുതയാണ്. അത് ഞാൻ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് സാധ്യമായ പദ്ധതികൾ 178 മെഗാവാട്ട് നമ്മൾ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. സോളാറിൽ നിന്ന് റൂഫ് ടോപ്പ് സോളാർ മാത്രമല്ല, ഇപ്പം നമ്മുടെ സോളാർ പാർക്ക് അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് ഏകദേശം 400 മെഗാവാട്ടോളം അധികമായി നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്.
പക്ഷെ ഇതൊന്നും കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായി നിറവേറ്റാൻ കഴിയില്ല. 70% നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പവർ ഹൈവേ പൂർത്തിയാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കൂടംകുളത്ത് നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള പവർ ഹൈവേ 2012 ഈ ഓഫീസ് പൂട്ടിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നത്. PGCIL കേരളത്തിലെ ഓഫീസ് പൂട്ടി ഈ പദ്ധതി ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിട്ടുള്ള ഉതുപ്പള്ളിയിലെ സമരത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയത് 2016 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 2016 ഓഗസ്റ്റിൽ PGCILനെ കേരളത്തിൽ വിളിച്ച് ചർച്ച ചെയ്ത് പദ്ധതി പുനരാരംഭിച്ച് 2018 ഡിസംബറിൽ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വൈദ്യുതി ആ ലൈനിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. പുകലൂരിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള ലൈന് ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ലൈനുകൾ പൂർത്തിയാക്കുക. കേരളത്തിൽ 10,000 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയാണ് പൂർത്തിയാക്കിയത്. എന്നിട്ട് നമ്മളിപ്പോ ഇരട്ടിരിക്കുക പീക്കിലോട് മാനവന്റെ നോമന പേര്. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. താങ്കൾ പറഞ്ഞല്ലോ 465 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷിക്കുന്ന എത്ര വോട്ടിനാ? 250 വോട്ടിനാണ് കിടന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നേ. നമ്മൾ 250 വോട്ടിനാണ് കിടന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നേ. എന്നിട്ട് താങ്കൾ പറയണം 460 ഒന്നുമില്ലെന്ന് പറയണോ? 2016 കേരളത്തിൽ 52,000 ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നത് ഇപ്പം 98,000 ട്രാൻസ്ഫോമർ ഉണ്ട്. കേരളത്തിലെ വൈദ്യുതി 11 kV വൈദ്യുതി ശൃംഖലയിൽ ഇരട്ടിയായാണ് 10 വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഈ നേട്ടം എല്ലാം കൂടി ചേർന്നാണ് കേരളത്തിന്റെ വൈദ്യുതി അത് കാണാതെ ശരി. ഏറ്റവും ഒടുവിൽ എന്താണ്? ഏറ്റവും ഒടുവിൽ 10 വർഷം കഴിയുമ്പോഴേക്കും പീക്കിലോട് മാനേജ്മെന്റ് കറണ്ട് കളയും. അതാണല്ലോ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.